ഇരട്ടിയാർ ഈട്ടിത്തോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. ഒരാൾ മരണപ്പെട്ടു. കാറ്റാടിക്കവല പ്ലാമോട്ടിൽ മേരി എബ്രഹാമാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. കുത്തിറക്കത്തിൽ നിയന്ത്രണം വിട്ട വാഹനം 200 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30യോടെയാണ് സംഭവം നടക്കുന്നത്. ഇരട്ടയാർ ഈട്ടിത്തോപ്പ് പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടാകുന്നത്. വാഹനം ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായി 200 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. റോഡിന് താഴ്വശത്തെ ഈട്ടിത്തോപ്പ് ആറ്റിലേക്കാണ് വാഹനം ചെന്ന് പതിച്ചത്. വാഹനം നിരവധി തവണ വട്ടം മറിഞ്ഞ ശേഷമാണ് താഴേക്ക് പതിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നവർ തെറിച്ച് പുറത്തേക്ക് പോയതായും നാട്ടുകാർ പറഞ്ഞു. ഇരട്ടയാർ കാറ്റാടിക്കവലയിൽ താമസിക്കുന്ന പ്ലാമൂട്ടി മേരി എബ്രഹാമും മകനും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബമാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത്. ഇതിൽ മേരി എബ്രഹാം മരണപ്പെട്ടു. ഈട്ടിത്തോപ്പ് പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങളുടെ സമാപനമായിരുന്നു. അപകടം നടന്ന വേളയിൽ ഇവിടെയുണ്ടായിരുന്ന ആളുകളാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. മേരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കേറ്റവരെ കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ ഉണ്ടായിരുന്ന മേരിയുടെ മകൻ ഷിൻഡോ, ഇദ്ദേഹത്തിന്റെ ഭാര്യ, 2 കുട്ടികൾ എന്നിവർക്കും കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇതിൽ ഒരു കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ്. ഈ കുട്ടിയെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മേരിയുടെ മൃതദേഹം കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.